ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡാണ്. ഡൗ ജോൺസ് 302 പോയിൻറ്റ് പോസിറ്റീവാണ്, S&P 28 പോയിൻറ്റ് പോസിറ്റീവാണ്, നസ്ഡാക്ക് 34 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 135 പോയിൻറ്റ് പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോകാം. ഡേ ചാർട്ടിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബുള്ളിഷ് ഹരാമി ഫോം ചെയ്തിട്ടുണ്ടെന്ന്. ബുള്ളിഷ് ഹരാമി ഫോം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത്രയും വലിയൊരു ബുള്ളിഷ് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴെ ഒരു 200 പോയിൻറ്റോളം താഴെ പോയിട്ടാണ് പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്ത് മുകളിലോട്ട് കയറിയത്. എന്നാലും അതൊരു ഇപ്പോഴത്തെ ഒരു ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബുള്ളിഷ് സിഗ്നലാണ്. കൃത്യമായിട്ട് 24,545, 24,635 കൃത്യമായിട്ട് അവിടെ നിന്നൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ടുള്ളത്. ഇന്നലത്തെ എൻ്റെ ഒരു പ്രഡിക്ഷൻ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആകുമെന്നായിരുന്നു ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷായിരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല കാരണങ്ങളാണ് പറയുന്നത്. ചിലർ പറയുന്നത് അവർ 25,000 വരച്ചതുകൊണ്ട് മാർക്കറ്റ് കയറി. മറ്റു ചിലർ പറയുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫിൻ്റെ ചില തീരുമാനങ്ങൾ വന്നതുകൊണ്ട് കയറി. ചിലർ പറയുന്നു FIS ഫണ്ട് ഡംപ് ചെയ്തതുകൊണ്ട്. മാർക്കറ്റ് എപ്പോഴും എങ്ങനെയാണ്, എന്ത് കാരണത്താൽ മാർക്കറ്റ് വീണാലും എന്ത് കാരണം കൊണ്ട് മാർക്കറ്റ് കയറിയാലും അതിന് പലവിധത്തിലുള്ള കാരണങ്ങൾ പലരും പലരുടേതായിട്ടുള്ള അനലൈസ് വെച്ചിട്ട് കണ്ടുപിടിക്കും. കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോഴും അറിയില്ല. പക്ഷേ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, FISൻ്റെയും DISൻ്റെയും ആക്ടിവിറ്റി വെച്ചിട്ട് പലരും പറയും ഇതാണ് കാരണമെന്ന് പറഞ്ഞിട്ട്. കാരണം അതിനകത്താണ് കാരണമുള്ളത്. അതിനകത്ത് ക്യാഷ് മാർക്കറ്റിൻ്റെയും ഡെറിവേറ്റീവ്സിൻ്റെയും കൃത്യമായിട്ടുള്ള ഡാറ്റ അനലൈസ് വെച്ചിട്ട്, പക്ഷേ അത് പൈസ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് പൈസ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഒരു ഡേറ്റയാണ് FISലും DISലും കാണുന്നത്. നമ്മളിപ്പം ഡേറ്റ അനലൈസിലോട്ട് പോകുമ്പോഴത്തേക്കും ഡേറ്റ അനലൈസിലോട്ട് പോകുമ്പോഴത്തേക്കും സമ്മറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്റ്റോക്കിൽ FIS 5,393 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് DIS നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,668 കോടി സെല്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പോട്ടെ. ബാക്കി ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS സ്ട്രോങ് ബുള്ളിഷാണ്. സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ബുള്ളിഷാണ്. നേരെ മറിച്ച് DISും ക്ലൈൻറ്റും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സിൻ്റെ ഓപ്ഷൻസിലും ഒക്കെ സ്ട്രോങ് സെല്ലിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റ് കയറിയതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒന്ന് സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കി കഴിഞ്ഞാൽ പല കാരണങ്ങൾ കാണുന്നുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഒരു കാരണമായിരിക്കാം. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് ടെക്നിക്കൽ അനാലിസിസ് നോക്കിയാൽ മതി. ഫണ്ടമെൻ്റൽ അനാലിസിസ് ഇപ്പം ഒരു ലൈവ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ന്യൂസ് നമ്മുടെ കയ്യിലെത്തുന്നത്, ഇല്ലേ? അല്ലാണ്ടൊരു ന്യൂസ് വന്ന ഉടനെ ചിലപ്പം ആ ന്യൂസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ മാർക്കറ്റിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. ആ എഫക്റ്റ് ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് മാർക്കറ്റ് കയറിയത്, അല്ലെങ്കിൽ മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഇടിഞ്ഞത്. നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴായിരിക്കും ഇന്ന ന്യൂസ് കാരണമാണ്. അപ്പം എന്തായാലും നമുക്ക് ന്യൂസിനോട് ഒപ്പം സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം ന്യൂസ് ബേസ്ഡ് മാർക്കറ്റ് മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ആണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ അനാലിസിസിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഡേറ്റ നോക്കാം. ഡേറ്റയിൽ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് FIS സ്ട്രോങ് ആയിട്ട് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. FIS കോൾ ഓപ്ഷൻ 1.85 ലാക്ക് ക്വാണ്ടിറ്റി ബൈയിങ് ആണ്. പുട്ട് ഓപ്ഷൻ 2.03.
ഇന്നലെ എക്സ്പയറി ആയിരുന്നു. എക്സ്പയറിയുടെ ഡേറ്റ കൂടെയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് എക്സ്പയറിയുടേതും ഇന്നലത്തെ എക്സ്പയറിയുടെയൊക്കെ പൊസിഷൻ വെച്ചിട്ടുള്ള ഡേറ്റയാണിത്. ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FAS ഫ്യൂച്ചേഴ്സ് സ്ട്രോങ് ഒരു സെല്ലിങ്ങിൽ നിന്ന് വീണ്ടും ഒരു ബയ്യിങ്ങിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. FASൻ്റെ ഫ്യൂച്ചേഴ്സ് ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോയും സെല്ലിംഗ് തന്നെയാണ്, സ്ട്രോങ് സെല്ലിംഗ് തന്നെയാണ്. പക്ഷേ പ്രോയും ചെറുതായിട്ടൊന്ന് ബുള്ളിഷിലോട്ട് പോകുന്നുണ്ട്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്ത് വരികയാണ് സെല്ലിങ്ങിൽ. ക്ലൈൻറ്റ് ബയ്യിങ് ആണ്, ക്ലൈൻറ്റ് ബയ്യിങ്ങും റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ FAS എങ്ങോട്ട് പോവാണ്? FAS ബയ്യിങ്ങിലോട്ട് പോവാണ്, പ്രോ ബയ്യിങ്ങിലോട്ട് പോവുകയാണ്, ക്ലൈൻറ്റ് നേരെ സെല്ലിങ്ങിലോട്ട് താഴോട്ട് വരികയാണ്. മാർക്കറ്റ് എന്താണ്? മാർക്കറ്റ് ഇപ്പം ബുള്ളിഷ് മോഡലാണുള്ളത്. അപ്പം വരും ദിവസങ്ങളിൽ മിക്കവാറും മാർക്കറ്റ് റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിനി ചാർട്ടിലോട്ട് പോവാം. 75 മിനിറ്റ്സിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു സോണ് കാണിച്ചില്ലായിരുന്നു, ഈ ചാർട്ട് വിട്ടുപോയതാണ്. അതിന് മുന്നിലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു സപ്പോർട്ട് ഡിമാൻഡ് സോണ് 24,545, 24,645 ഡിമാൻഡ് സോണും മുകളിലുള്ള സപ്ലൈ സോണ് 25,500, 25,096. അതിനുള്ളിലാണ് മാർക്കറ്റ് ഒരു റിജക്ഷൻ വന്ന് ക്ലോസിങ് വന്നിരിക്കുന്നത്. ഈ 75 മിനിറ്റ്സിൻ്റെ സോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഇൻവാലിഡ് ആണ് അല്ലേ? സോണ് ഇൻവാലിഡ് അല്ല, PS'd ആണ്. സോൺ PS'd ആയിക്കഴിഞ്ഞാൽ അടുത്ത് അവിടെ വയലേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇത് ഹൈ ലിക്വിഡിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചിലപ്പോൾ വീണ്ടും ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ കയറുന്ന സമയത്ത് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരിക്കും ഇതിനുള്ളിൽ. ഇപ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമുക്ക് സോണുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു സെല്ലിങ്ങിലോട്ട് പോവാം. ഇത് വയലേറ്റ് ആകുന്നത് വരയ്ക്കും, ഈ സോൺ എപ്പോഴാണോ വയലേറ്റഡ് ആകുന്നത് വരയ്ക്കും അതുവരെ ഇതൊരു സെല്ലിംഗ് സോണ് തന്നെയാണ്. ഇതൊരിക്കലും ബയ്യിങ് സോണല്ല. 25,000 മുതൽ 25,100 വരെ വരുന്നതെന്ന് പറയുന്നത് സെല്ലിംഗ് സോണാണ്. എപ്പോഴാണോ ഇത് ഒരു 75 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ മുകളിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടി ക്ലോസിങ് വരുന്നത്, അതോടുകൂടി ഇത് ഇൻവാലിഡ് ആകും. ഈ സെല്ലിംഗ് സോണ് ഇൻവാലിഡ് ആകും. അതുപോലെ തന്നെ താഴത്തെ ഡിമാൻഡ് സോണും ഇൻവാലിഡ് ആണ്. ഓൾറെഡി അത് 2 പ്രാവശ്യം ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ഓൾറെഡി അത് PS'd ആയിട്ടുണ്ട്. അപ്പം താഴോട്ട് വരുമ്പോഴത്തേക്കും അതൊരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ അത് വയലേറ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 സോണും നിലനിർത്തുകയാണ്. മാർക്കറ്റ് വീണ്ടും ഇവിടെ നിന്ന് താഴോട്ടൊരു ടെസ്റ്റിന് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സോണിലോട്ട് ടെസ്റ്റിങ്ങിന് വരാനുള്ള സാധ്യതയുണ്ട്. 24,645, 24,545. ഇത് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നിലപ്പോൾ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാകാം. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്താണ് കയറുന്നതെങ്കിൽ അടുത്തിതും ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് മാർക്കറ്റ് ഒരു സ്ട്രോങ് ബുള്ളിഷ് മോഡലാണുള്ളത്. ഇന്നെന്തായാലും ഈ ഒരു സോണ് വയലേറ്റഡ് ആകാനാണ് സാധ്യത. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി 135, 140 പോയിൻ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് വയലേറ്റഡായി മുകളിൽ നിന്നൊരു സ്ട്രോങ് ഒരു വയലേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും വരിക. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ ഈ ഒരു സോണ്, അതായത് നമുക്കിവിടെ 75 മിനിറ്റ്സിൻ്റെ ഒരു ബേസ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അത് റാലി ക്യാൻഡിലായിട്ട് നമുക്ക് കൂട്ടിയിട്ട് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് 25,000. അതായത് ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ വെച്ചിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മാത്രം, ഒരു ഫ്ലാറ്റോ ഒരു ഗ്യാപ്പ് ഡൗണോ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് സപ്ലൈ സോണായിട്ട് തന്നെ കണ്ടിന്യൂ ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പാണ് വരുന്നതെങ്കിൽ ഇത് വയലേറ്റഡ് ആയിട്ട് ഇത് റാലി ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യും ഈ 75 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ. അത് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ലൈവ് മാർക്കറ്റിൽ അതിൻ്റെ അപ്ഡേഷൻസ് തരാം. മുകളിലോട്ട് വരുന്ന അടുത്തൊരു സപ്ലൈ സോണെന്ന് പറയുന്നത് 25,734, 25,907, ഏകദേശം 180 പോയിൻറ്റിൻ്റെ ഡാക്ക് ക്യാൻഡിലിൻ്റെ ഒരു ഡിമാൻഡ് സോണാണ്. സപ്ലൈ സോണാണ്, മാറിപ്പോയതാണ്. സപ്ലൈ സോണാണ്, ഡേ ക്യാൻഡിലെ സപ്ലൈ സോണാണ്. യെസ്, അത് ശരിയാണല്ലോ, സപ്ലൈ സോൺ തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഇനി സപ്പോർട്ട് എടുത്താണ് തിരിച്ച് കയറുന്നതെങ്കിൽ, അതായത് ഇവിടുത്തെ 75 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ
ബേസ് ക്യാൻഡിലായിട്ട് ഡിമാൻഡ് സോണിൻ്റെ ബേസ് ക്യാൻഡിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 25,734, 25,907 വരയ്ക്കും മാർക്കറ്റ് റാലി കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇന്നത്തെ ചാർട്ടിലോട്ട് പോവാം. സോറി, ഓപ്പൺ ഇൻട്രസ്റ്റ് നെക്സ്റ്റ് വീക്കല്ല ഈ വീക്ക്, ഈ ആഴ്ചത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000-ലാണ് സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസും ഉള്ളത്. ഏറ്റവും കൂടുതൽ കോൾ റൈറ്റേഴ്സും പുട്ട് റൈറ്റേഴ്സും, തൊട്ടടുത്തുള്ള പുട്ട് റൈറ്റേഴ്സും കോൾ റൈറ്റേഴ്സും ഉള്ളത് 25,000-ലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 24,500-ഉം 24,000-ലും മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ റൈറ്റേഴ്സ് ഗ്രാജുവലി കുറഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ ഉള്ള ഏറ്റവും കൂടുതൽ കോൾ റൈറ്റേഴ്സ് ഉള്ളത് 25,000-ലാണ്. പിന്നെ ബാക്കി അതിനേക്കാളും കുറവാണ് താഴോട്ട് വരുന്നത്. എൻ്റെ ഒരു പ്രഡിക്ഷൻസ് അനുസരിച്ച് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ വ്യൂവും ഒരു കൺസോൾട്ടേഷൻ തന്നെയാണ് എൻ്റെത്. നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൻ്റെ സാധ്യത ഉണ്ടെന്ന്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതായിരുന്നു നമ്മൾ ഏറ്റവും താഴെ തന്നിട്ടുള്ള ഒരു ലെവല്. അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പിന്നെ ഈ ഒരു ലെവല് ഞാൻ ലൈവ് മാർക്കറ്റ് ചെയ്ത് തന്നതാണ് 24,436. അതായത് താഴോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം ഒരു ബൈയിങ് പ്രഷറുള്ളൊരു ഡോജി ക്യാൻഡിൽ വന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 100 പോയിൻ്റ് അടുപ്പിച്ച് 494, 555, ഓക്കെ, ഏകദേശം 60-65 പോയിൻറ്റിൻ്റെ സിംഗിൾ ക്യാൻഡിലാണ് ഇവിടെ ആദ്യം വരുന്നത്. ഈ ഒരു ഡോജി ക്യാൻഡിൽ എവിടെ നിന്നാണ്? നമ്മുടെ സപ്പോർട്ട് ഏരിയയിൽ. അത് കഴിഞ്ഞിട്ട് പലവട്ടം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു നേരെ മുകളിലോട്ടൊരു റാലി നടത്തി. പിന്നെ ഏറ്റവും മുകളിലുള്ള ലൈന് 24,778. ഇതൊന്നും 24,794, 24,778 ആ ലെവലിൽ നിന്നാണ് താഴോട്ട് വന്നത്. റീടെസ്റ്റ് ചെയ്ത് വീണ്ടും വന്നു. ഈ ലെവലുകളൊന്നും എന്ന് പറയുന്നത് ഞാൻ മനക്കണക്കുകൊണ്ട് വരയ്ക്കുന്നതല്ല. ഇതെല്ലാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ലെവൽസ് വരയ്ക്കാം. അല്ലാണ്ട് ഒരിക്കലും ഞാൻ വരയ്ക്കുന്ന വരയിൽ മാർക്കറ്റ് പോയി നിൽക്കുന്നതല്ല. അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുന്നിടത്ത് മാർക്കറ്റ് പോയിട്ട് ഒരു റിജക്ഷനോ ഒരു സപ്പോർട്ടോ എടുത്ത് കയറുന്നതല്ല. ചിലർ ഗ്രൂപ്പിൽ വരെ പറയാറുണ്ട്, ഒന്ന് അവിടെ വരച്ചിടും മാർക്കറ്റ് മുകളിലോട്ട് കയറാണ്ട്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. മാർക്കറ്റ് എവിടെ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരുന്നിടത്ത് നമ്മൾ വരച്ചിടുന്നതാണ്. അല്ലാണ്ട് നമ്മൾ വരയ്ക്കുന്ന വരയിലോട്ട് മാർക്കറ്റ് സപ്പോർട്ടിനോ വരയ്ക്കുന്ന വരയിലോട്ട് റെസിസ്റ്റൻസിനോ പോകുന്നതല്ല. അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചാർട്ട് എങ്ങനെ വരയ്ക്കാമെന്നുള്ള 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലാവും. പഴയ ആൾക്കാർക്കറിയാം, പുതിയ ആൾക്കാർ പലരും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് ഒരു എക്സ്ട്രീംലി നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് റാലി അങ്ങ് നടത്തി. ഇത് ആരെങ്കിലും പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അൺപ്രഡിക്റ്റബിളാണ്. മാർക്കറ്റ് പോവും. ഇപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഞാൻ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിരുന്നു 24,600-ന് താഴെ ഒരു ക്ലോസിങ് വരില്ല എന്ന്. 24,600-ന് താഴെ ക്ലോസിങ് വരില്ല എന്ന് പറഞ്ഞിരുന്നു. 24,600-ൻ്റെ പിയും സിയും 0 ആകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാനിവിടെ ഒരു മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞാണ് മാർക്കറ്റ് ഇവിടെ ഇതിനുള്ളിലൊരു ക്ലോസിങ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ്. മാർക്കറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു 12-1 മണി വരെ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയി എന്ന് പറഞ്ഞിട്ട് 24,600-ൽ സപ്പോർട്ട് എടുക്കും എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങറ്റം വരയ്ക്കും ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുമെന്ന്. അതുകൊണ്ടാണ് 25,100 വരെ കയറിയത്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഇതിന് മുകളിൽ ഒരുപാട് റെസിസ്റ്റൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെല്ലാ റെസിസ്റ്റൻസും ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പിവറ്റിൻ്റെ 3 റെസിസ്റ്റൻസ് ഇതിനകത്തുണ്ട്, 2 റെസിസ്റ്റൻസ് ഇതിനകത്തുണ്ട്. ഈ ഒരു ലെവൽസിനുള്ളിൽ എവിടെ ആണെങ്കിലും റിജക്ഷൻ വരാം. ഇവിടുത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്ന 2 ക്യാൻഡിൽസാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടാണ് വന്നിരുന്നതെങ്കിൽ എല്ലാവരും പറയായിരുന്നു ഇവിടെ കൃത്യമായിട്ടൊരു പ്രൈസ് ആക്ഷൻ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് താഴോട്ട് വന്നു. പക്ഷേ ഇവിടെ നിന്ന് കണ്ടിന്യൂ ആയതുകൊണ്ട് ഈ ക്യാൻഡിലിന് ആരും കാണുന്നില്ല.
കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു റിവേഴ്സിനുള്ള സാധ്യത ഉണ്ടായിരുന്നതാണ്. കാരണം നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നതിന് ശേഷം അവിടെ സെല്ലിംഗ് പ്രഷറിൻ്റെ 2 ഡോജി ക്യാൻഡിൽ വന്നു. പക്ഷേ അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂ റാലി നടത്തി. അതൊക്കെ പോട്ടെ, നമ്മൾ വെറുതെ ചത്തവൻ്റെ ശവമെടുത്ത് കുത്തിപ്പടിച്ചിട്ട് കാര്യമില്ല അല്ലേ. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് പോകാം. ഇന്ന് ഇന്ന് CPR വന്നിട്ട് വൈഡ് CPR ആണ്. ഏകദേശം 170-180 പോയിൻറ്റിൻ്റെ CPR ആണ്. 24,804 തൊട്ട് 24,974 വരെയൊക്കെയാണ് CPR വരുന്നത്. CPR എൻ്റെ ഒരു പ്രഡിക്ഷൻസ് വെച്ചിട്ട് CPR ബ്രേക്ക് ഔട്ട് കിട്ടാൻ സാധ്യതയുണ്ട് താഴോട്ട്. അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഒരു ഗ്യാപ്പ് അപ്പോ വന്നതിന് ശേഷം CPRൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, മാർക്കറ്റ് എപ്പോഴെങ്കിലും CPRൽ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CPR ബ്രേക്ക് ഔട്ട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. 25,006, 24,978 ഫസ്റ്റ് സപ്പോർട്ടാണ്. ഇപ്പം നിൽക്കുന്ന മാർക്കറ്റിൻ്റെ തൊട്ട് താഴെ CPRൻ്റെ ടോപ്പിൽ. CPRനുള്ളിലോട്ട് മാർക്കറ്റ് എൻ്റർ ചെയ്യുകയും 24,890, 24,859 ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPR ബ്രേക്ക് ഔട്ട് ആവും. ഫസ്റ്റ് സപ്പോർട്ട് കിട്ടുക 24,719, 24,692. CPRനുള്ളിൽ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ CPR താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം CPR സപ്പോർട്ട് എടുത്ത് കയറി വന്ന് നോക്കരുത്. കൃത്യമായിട്ട് ഇവിടെ നിന്ന് ഒരു റിവേഴ്സ് കിട്ടുകയാണെങ്കിൽ മാത്രം CPRനുള്ളിൽ നിന്ന് എൻട്രി എടുക്കുക, അല്ലെങ്കിൽ താഴോട്ട് അത് ബ്രേക്ക് ഔട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. CPRലോട്ട് വരികയാണെങ്കിൽ മാത്രം, അല്ലാതെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് പാലാഴി CPR ബ്രേക്ക് ഔട്ട് കിട്ടുമെന്ന് പറഞ്ഞ് പി എടുത്ത് വെച്ചിട്ടിരിക്കൽ. CPRനുള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ CPR താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുകളിലോട്ട് വരുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് 25,128, 25,105. ഇത് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ 25,229, 25,288. ഈ ഭാഗത്തെങ്ങാനുമാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഈ ഒരു ഏരിയ നോക്കുക. 25,259, 25,288. ഇവിടെ നിന്ന് എപ്പോഴെങ്കിലും ഒരു റീടെസ്റ്റ് ചെയ്യുകയോ ഒരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് CPRലോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.